പോലെ തന്നെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിലായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാർ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൽ സ്ഥലമായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം തന്നുവല്ലോ. നമ്മളായിരുന്ന ഇടങ്ങളിലൊക്കെയും കർത്താവ് നമ്മെ അത്ഭുതമായി പരിപാലിച്ചു. നാം ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ വലിയ ബോധ്യത്തോടെ വീണ്ടും ദൈവസ്ഥലം സന്തോഷത്തോടെ സമാധാനത്തോടായിരിക്കാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾ മാസങ്ങളായിട്ട് പരിശുദ്ധാത്മ നിറവിനെക്കുറിച്ചുള്ളതായ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മ നിറവ് പ്രാപിപ്പാൻ തടസ്സമായിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറയുവാനിടയെ തീർന്നത്. പരിശുദ്ധാത്മ നിറവ് പ്രാപിപ്പാൻ തടസ്സമായിട്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതായ ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനെക്കുറിച്ച് ഞാൻ പറയുവാനിടയെ തീർന്നു. നമ്മൾക്കൊന്നിച്ച് ചിന്തിക്കുവാനിടയെ തീർന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പറയുവാനിടയെ ഏതെല്ലാം കാര്യങ്ങളിലാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുവാനിടയെ തീർന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഫോഷ്ക്ക് സംസാരിക്കുമ്പോൾ, ആയതുപോലെ തന്നെ അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അടങ്ങാത്ത കോപം നമ്മൾ സൂക്ഷിക്കുമ്പോൾ, മൂന്നാമത് പറഞ്ഞത് ബിറ്റർനെസ്, കയ്പ്, ഗ്രഡ്ജ് അല്ലെങ്കിൽ വിദ്വേഷം, കയ്പും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ, നാലാമത് പറഞ്ഞ കാര്യം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അഞ്ചാമത് പറഞ്ഞത് സെക്ഷൽ ഇമ്മൊറാലിറ്റി, അധാർമികത, ആറാമത് പറഞ്ഞ കാര്യം തെഫ്റ്റ് ആൻഡ് ഗ്രീഡ്, അത്യാഗ്രഹം, മോഷണം എന്നീ കാര്യങ്ങൾ, ഏഴാമത് പറഞ്ഞ കാര്യം ഡിസെപ്ഷൻ ആൻഡ് ഇൻഓതൻറ്റിസിറ്റി എന്നീ 7 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാനിടയായി തീർന്നത്. ഈ 7 കൂട്ടം കാര്യങ്ങളും നമ്മളുടെ സ്വഭാവത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്നതായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്താതെ വെച്ചു പുലർത്തിയാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാനിടയായി തീരും. ആത്മനിറവ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ നമുക്ക് കഴിയാതെ വരും എന്നതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാനിടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആത്മീയ അനുഭവത്തിൽ എന്തെല്ലാമാണ് നമ്മൾ അറിയാതെ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതായ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന അനുഭവങ്ങൾ, ആ ദുഃഖിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ആത്മാവിലുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആത്മാവിൽ ഏതെല്ലാം രീതിയിലുള്ളതായ മാറ്റങ്ങൾ നടക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഡിസ്റ്റൻറ്റ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് അകന്നു എന്നതായ ഒരു ഫീലിംഗ്, ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ നമ്മൾ കള്ളം പറയുകയോ അവിശ്വസ്ത കാണിക്കുകയോ അധാർമികതയിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ മോഷണത്തിൽ ഏർപ്പെടുകയോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ജഡികമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമ്മളുടെ ആത്മാവിൽ വലിയ വ്യത്യാസം സംഭവിക്കും. ആത്മീയ സന്തോഷം നഷ്ടപ്പെടും. നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവം നമ്മിൽ നിന്ന് അകന്നുപോയി എന്നൊരു തോന്നലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നതായ കാര്യം എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാട്ട് എന്നതായ ചിന്ത. ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ
വചനം വായിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിപ്പാൻ നമ്മൾ ആത്മാവ് നമ്മെ ഹേമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോൾ, നമ്മുടെ ജഡം നമ്മളോട് പറയും കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞു മതി, ഇപ്പം ഉറങ്ങുന്ന സമയമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷിക്കുന്ന സമയമാണ്, ഇപ്പോൾ TV കാണുന്ന സമയമാണ്, അല്ലെങ്കിൽ സീരിയൽ കാണുന്ന സമയമാണ്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാട്ട് എന്ന് നമ്മുടെ ജഡം നമ്മളോട് പറയുവാനിടയിൽ തീരും. ആയതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ലേസിനെസ് കടന്നു വരുവാനിടയിൽ തീരും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടയേർഡ്നെസ്, നമ്മൾ ശാരീരികമായും മാനസികമായും ക്ഷീണിക്കുന്നതായ ഒരനുഭവം. ഈ 3 കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നതാണ്. പിന്നെ ആകട്ടെ ലേസിനെസ്, പിന്നെ ടയേർഡ്നെസ്, ഇത് 3ഉം ഒന്നിച്ചു വരുന്നതാണ്. ഈ 3 കാര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതായ നമ്മുടെ താല്പര്യം കുറയുവാനിടയിൽ തീരും. നമ്മൾക്ക് ദൈവവചനം ധ്യാനിക്കുവാനുള്ളതായ ആ താല്പര്യം കുറയുവാനിടയിൽ തീരും. ദൈവസന്നിധിയിൽ ഏകാഗ്രമാകുവാനുള്ളതായ ആ താല്പര്യം കുറയുവാനിടയിൽ തീരും. അപ്പോൾ തന്നെ മെക്കാനിക്കലായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. പ്രാർത്ഥിക്കുവാൻ കഴിയും, പാടുവാൻ കഴിയും, വചനം വായിക്കുവാൻ കഴിയും, വിശ്വാസത്തിൽ നിൽക്കാൻ കഴിയും. ഇതെല്ലാം കൃത്രിമമായിട്ട് ഒരു മെക്കാനിസം പോലെ ചെയ്യുവാനിടയിൽ തീരും. പക്ഷേ ദൈവിക സന്തോഷം പ്രാപിക്കുവാൻ കഴിയാത്തതായ ഒരു ശൂന്യത നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകുവാനിടയിൽ തീരും. ഈ ശൂന്യത അവരവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്നതാണ്. മറ്റാർക്കും ഇത് തിരിച്ചറിയാൻ കഴിയത്തില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പാടുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശൂന്യത നമുക്ക് വെളിപ്പെടുവാനിടയിൽ തീരും, അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഈ ശൂന്യത എന്ന് പറയുന്നത് നമ്മളോട് തന്നെ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് സംസാരിപ്പാനിടയിൽ തീരും. ദൈവം നമ്മിൽ നിന്ന് അകന്നുപോയി. ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകുന്നതായ അനുഭവമാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നേരോടെ സത്യത്തിനു വേണ്ടി നിന്നതായ അനേക വ്യക്തികൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ നേരിട്ടവർ. ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിന് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഫെറ്റീജ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയ തളർച്ച, ആത്മീയമായ വരൾച്ച. ഇതാണ് നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായ കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുകയാണ്, ദൈവം എന്നിൽ നിന്ന് അകന്നു കഴിയുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി ലഭിക്കുന്നില്ല, ദൈവം എന്നെ മറന്നോ, ദൈവം എന്നെ അറിയുന്നില്ലയോ, ദൈവം എന്നെ കേൾക്കുന്നില്ലയോ, എൻ്റെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നില്ലയോ, എനിക്ക് മാത്രമേ ഉള്ളോ ഈ വിഷയങ്ങളെല്ലാം, മറ്റാർക്കും ഈ വിഷയങ്ങളൊന്നുമില്ലല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് കർത്താവേ എന്ന ഇയ്യോബിനെ പോലെ പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതിന് കാരണമെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം അറിയാതല്ല, എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അകന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ശൂന്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രീസലോ, ഇത് നമ്മൾ വിചാരിച്ചേക്കാം പിന്മാറ്റക്കാരിൽ മാത്രമാണ്. ഒരിക്കലുമല്ല. ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയതുപോലെ അനേക ദൈവദാസന്മാർ, അനേക പ്രിയപ്പെട്ടവരിൽ ഇത് ഉണ്ടാകുന്നിടത്തും. എന്തുകൊണ്ടാണ് ഈ ആത്മീയ തളർച്ച, ലോ എനർജി, നമ്മുടെ എനർജി നഷ്ടപ്പെടുക? നമ്മളുടെ എനർജി എന്ന് പറയുന്നത് ശാരീരികമായ എനർജി അല്ല. ആ ശാരീരികമായ എനർജി കൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എനർജി, നമ്മുടെ ശക്തി ചോർന്നു പോകുന്നതെന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ ദൈവത്തോട് പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാകാം, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ പശ്ചാത്തപിക്കത്തിൻ്റെ ഫലമായിട്ടാകാം, അതല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ അകന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കാത്തത് കൊണ്ടാകാം. ഈ കാരണങ്ങളാലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ ബലം നഷ്ടപ്പെടുന്നത്. ഈ ആത്മീയ ബലം എന്നിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതായ ആ ബോധ്യം അല്ലെങ്കിൽ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാനിടയിൽ തീരും, അങ്ങനെ തന്നെ തുടരുവാനിടയിൽ തീരും. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക്,
പുറമേ നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസിയാണ്, പുറമേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഏർപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്, മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താം. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ ദൈവവും നാമും തമ്മിലുള്ളതായ ആ ബന്ധത്തിൽ ഒരു ഗ്യാപ്പ് എപ്പോഴും സംഭവിക്കുന്നതായി കാണുവാൻ കഴിയും. അത് നമ്മളെ വല്ലാതെ അലട്ടുവാനിടയായിത്തീരും. എന്നാൽ അതിന് തക്കതായ പരിഹാരം നാം കണ്ടെത്തിയില്ല എങ്കിൽ, ആ ശക്തി വീണ്ടെടുക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ ശ്രമിച്ചില്ല എങ്കിൽ, നമ്മുടെ അന്തരാത്മാവ് സദാകാലവും എന്ത് ചെയ്യത്തില്ലെന്നറിയോ? ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. 1-2 പ്രാവശ്യം, 2-3 പ്രാവശ്യം ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരും. നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, നമ്മൾ മടങ്ങി വരുന്നില്ല എങ്കിൽ, നമ്മൾ യഥാസ്ഥാനപ്പെടുന്നില്ല എങ്കിൽ, പിന്നീട് പരിശുദ്ധാത്മാവ് കൂടെ നമ്മളെ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? നമ്മളെ നമ്മളെ എന്ത് ചെയ്യത്തില്ല? നമ്മളെ നിർബന്ധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് സൈലൻ്റ് ആയിരിക്കും. ഈ സൈലൻ്റ് ആയിരിക്കുന്നതായ അനുഭവത്തിൽ നമുക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും ആത്മീയ വിഷയങ്ങളിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവർ കാണത്തക്കോണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. പക്ഷേ നാമും ദൈവവും തമ്മിൽ ഒരകലമുണ്ടെന്നുള്ള കാര്യം അവരവർക്ക് തന്നെ തിരിച്ചറിയുവാൻ കഴിയും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ അനുഭവം. ഇങ്ങനെയുള്ളതായ അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നംനെസ് അല്ലെങ്കിൽ മരവിപ്പ്, ആത്മീയ മരവിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. യഥാർത്ഥമായിട്ടും ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത അനുഭവം. നമ്മൾ പലപ്പോഴും സന്തോഷത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത് ഇമോഷണലായിട്ടുള്ള തൃപ്തിയാണ്, അല്ലെങ്കിൽ വൈകാരികമായ തൃപ്തിയാണ്. തൃപ്തി എന്നതാണ് നമ്മൾ കൊടുക്കുന്ന നിർവചനം, സന്തോഷത്തിന് കൊടുക്കുന്ന നിർവചനം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് സന്തോഷം എന്ന് പറയുന്നത് വൈകാരികമായ സംതൃപ്തി അല്ല. പകരം എന്താണെന്നറിയാമോ? നമ്മുടെ ഇന്നർ മാൻ സ്ട്രെങ്തൻ ആകുന്നതാണ്. അകത്തെ മനുഷ്യൻ ബലമുള്ളതാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ദൈവിക സന്തോഷം എന്ന് പറയുന്നത്. വൈകാരികമായ സന്തോഷമല്ല, പുറമേ ഉള്ളതായ ഒരു സംതൃപ്തിയല്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു വൈകാരിക സന്തോഷമല്ല യഥാർത്ഥ സന്തോഷം. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് അകത്തെ മനുഷ്യൻ ദൈവത്തിൽ ബലപ്പെടുമ്പോൾ ഉണ്ടാകുന്നതായ സന്തോഷമാണ്. ആ അകത്തെ മനുഷ്യൻ ബലപ്പെടുമ്പോൾ പിന്നീട് ഇവിടുത്തെ രോഗമോ ദുഃഖമോ ക്ലേശമോ നിന്ദയോ പരിഹാസമോ ഒന്നും ഒരു വിഷയമാകത്തില്ല, ഒരു തടസ്സമാകത്തില്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ. എന്നാൽ അകത്തെ മനുഷ്യൻ ബലഹീനനാണെങ്കിൽ, നംനെസ് ആകുന്നുവെങ്കിൽ, മരവിപ്പുള്ളതാകുന്നുവെങ്കിൽ, തളർച്ചയുള്ളതാകുന്നുവെങ്കിൽ എല്ലാം നമുക്ക് എന്തായി തീരുമെന്നറിയാമോ? നമുക്ക് പ്രതികൂലമായി തീരും. നിന്ദ, പരിഹാസം, രോഗം, ദുഃഖം, കഷ്ടം ഇതെല്ലാം നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ താഴോട്ട് കൊണ്ടുപോകാനിടയായി തീരും. എന്നാൽ അകത്തെ മനുഷ്യൻ ശക്തിയുള്ളതായി തീരുന്നുവെങ്കിൽ നമ്മൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ആത്മാവിൽ നമ്മൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം. പരിശുദ്ധാത്മാ നമുക്ക് പല പ്രാവശ്യം നമ്മളെ ഉത്ബോധിപ്പിച്ച് നമുക്ക് അറിവ് തന്നു, നിർബന്ധിച്ച് നമ്മളെ. പക്ഷെ നമ്മൾ അതിന് തക്കവണ്ണം റെസ്പോണ്ട് ചെയ്യുവാൻ തയ്യാറാകാത്തത് കൊണ്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നില്ലെന്നറിയാമോ? മൗനമായിരിക്കുക, സൈലൻ്റ് ആയിരിക്കുക. പക്ഷെ നമ്മളിങ്ങനെ തുടരുക. ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, ദൈവവചനം ചോദിക്കുന്നത് കർത്താവിൻ്റെ കാഹളധ്വനിയെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എടുക്കപ്പെടും. പക്ഷേ പ്രതിഫലം വീതിക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ ആവശ്യം ഇതാണ്. എൻ്റെ ആത്മീയ മനുഷ്യൻ ജീവനുള്ളതാണോ അതോ നിർജീവമായിരിക്കുന്നു? കൈയടിക്കുന്നതോ പാട്ടുപാടുന്നതോ സഭയിൽ വരുന്നതോ ഒന്നുമല്ല പ്രധാന വിഷയം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ മനുഷ്യൻ, എൻ്റെ അകത്തെ മനുഷ്യൻ പുഷ്ടിയുള്ളതായിരിക്കുന്നുവോ, ശക്തിയുള്ളതായിരിക്കുന്നുവോ എന്ന് നമ്മളോട് തന്നെ നാം ചോദിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതാണ് വളരെ പ്രധാനപ്പെട്ടതായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാ പ്രൈസ് ദി ലോർഡ്. ആയതുപോലെ തന്നെ നമ്മുടേതായ
ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. വചനം ഇങ്ങനെയുള്ളതായ അനുഭവത്തിൽ വചനം കേട്ടാൽ നമുക്കൊരു മോട്ടിവേഷൻ, ഒരു ചൈതന്യമൊന്നും ഉണ്ടാകത്തില്ല. വരുന്നു, കേൾക്കുന്നു, പോകുന്നു എന്നല്ലാതെ ആത്മീയ മനുഷ്യൻ മരിച്ചിരിക്കുന്നിടത്തോളം കാലം, മരവിച്ചിരിക്കുന്നിടത്തോളം കാലം, തളർന്നിരിക്കുന്നിടത്തോളം കാലം എന്ത് സംഭവിക്കുന്നില്ലെന്ന് അറിയാമോ? ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാത്തിടത്തോളം കാലം, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കാത്തിടത്തോളം കാലം, എൻ്റെ പോരായ്മ, എൻ്റെ പരാജയം മനസ്സിലാക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കാത്തിടത്തോളം കാലം എനിക്ക് ചൈതന്യമുണ്ടാകത്തില്ല. കേൾക്കാം, 2-3 മണിക്കൂർ ഇരിക്കാം, അല്ലെങ്കിൽ മണിക്കൂറുകൾ ഇരിക്കാം, തിരിച്ചു പോകാം, പിന്നെയും വരാം, ഇരിക്കാം, പോകാം, ഒന്നും സംഭവിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതവരവർ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരാൾക്കും മനസ്സിലാക്കി തരുവാൻ കഴിയുന്നതല്ല. ദൈവവചനം പറയുക എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ദൗത്യം. അവരവർ തന്നെ തിരിച്ചറിയുക, എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയുള്ളതാണോ, ജീവനുള്ളതാണോ, മരവിച്ചതാണോ, അതോ നിഷ്ക്രിയനാണോ എന്നുള്ള കാര്യം അവരവർ തന്നെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മരിച്ച അവസ്ഥയിലായിരിക്കുന്നതായ സഭയോടാണ്, സർദീസിലെ സഭയോട് പരിശുദ്ധാത്മാവ്, ദൈവം പറയുക, കർത്താവ് പറയുക, 3-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങളൊന്ന് വായിക്കാമോ? നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ സർദീസിലെ സഭയുടെ പാസ്റ്റർക്ക് എഴുതുക. പിന്നെ ആ ആ ആ ശ്രദ്ധിച്ച് കേൾക്കുക. സർദീസിലെ സഭയോട്, അവിടുത്തെ പാസ്റ്ററോട് ദൈവാത്മാവ് സൂചിപ്പിക്കുന്ന കാര്യം, സഭയോടുള്ള ബന്ധത്തിൽ പാസ്റ്ററോട് പറയുക, എന്താ? നിനക്ക് ജീവനുള്ളവനെന്ന്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ട്. ശ്രദ്ധിക്കുക, എങ്കിലും പേരു മാത്രമേ ഉള്ളൂ. പക്ഷേ അവസ്ഥ എന്താണെന്നറിയാമോ? മരിച്ച അവസ്ഥ. ഇത് പകൽക്കാലം സർദീസിലെ സഭയുടെ സ്ഥാനത്ത് നമ്മുടെ പേരെഴുതുക. എന്നിട്ട് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക. ഞാൻ ആരെയും വിമർശിക്കാനോ വിരൽ ചൂണ്ടാനല്ല, എന്നോട് തന്നെ ഞാൻ ചോദിക്കുക, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ നിൻ്റെ അവസ്ഥ, കർത്താവ് പറയുന്നു, മരിച്ച. നിൻ്റെ പ്രവൃത്തിയൊക്കെ ഞാൻ അറിയുന്നു, നീ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ നിന്നെക്കുറിച്ച് എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, നീ ആരാണ്? നീ പറയുന്നു നീ ജീവനുള്ളവനാണെന്ന്, പക്ഷേ ഞാൻ പറയുന്നു നീ മരിച്ചവനാണ്. സകലത്തിനും അധികാരിയായ, സകലത്തിനും ഉടമസ്ഥനായ, സകല നിരൂപണങ്ങളെ ദൂരവേ ഗ്രഹിക്കുന്നതായ കർത്താവ് പറയുകയാണ്, നിൻ്റെ ആത്മീയ അവസ്ഥ ഇന്ന് നീ മരിച്ച നിർജീവമായ അവസ്ഥയിലാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മടങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ പണിയുവാനാണ് ആഗ്രഹിക്കുന്നത്, ഒരുക്കുവാൻ ആഗ്രഹിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നതായ അനുഭവമാണ്. ഇത് കേൾക്കുമ്പോൾ എൻ്റെ വാക്കായിട്ടല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. നീ മരിച്ചവനാകുന്നു. ദൈവം അവസരം തരികയാണ്. എന്ത് ചെയ്യും? അതോണം ദൈവം പറയുകയാണ്, നീ മരിച്ചവനാണ്, നിനക്ക് ഞാൻ അവസരം തരുന്നു. ദൈവം ഒരിക്കലും സഡനായിട്ട് ആരെ എന്ത് ചെയ്യത്തില്ലെന്നറിയാമോ? ശിക്ഷിക്കത്തില്ല. കയ്യിനും ദൈവം എന്ത് ചെയ്തു? അവസരം കൊടുത്തു. യൂദായിക്കും ദൈവം എന്ത് ചെയ്തു? അവസരം കൊടുത്തു. വേദപുസ്തകത്തിൽ അനവധി ആളുകൾക്ക് ദൈവം അവസരം കൊടുത്തു. പക്ഷേ അവസരത്തെ ഉപയോഗിക്കാതെ വന്നവരെയാണ് ദൈവം ശിക്ഷിച്ചത്. ദൈവത്തിൻ്റെ സഭയോടും നമ്മോടും പറയുന്നു, ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ആത്മബലം നഷ്ടപ്പെട്ട അനുഭവത്തിൽ, വിശ്വാസി എന്ന പേരോട് ജീവിക്കുന്ന അനുഭവത്തിൽ, ജീവനില്ലാത്ത അനുഭവത്തിൽ കഴിയുന്നതായ പ്രിയ സഹോദരി, സഹോദര, ദൈവപൈതലേ, നീ എന്ത് ചെയ്യുക? ഉണർന്നുകൊള്ളുക. നിന്റെ ചാവാറായ അല്പം ശേഷിപ്പുണ്ടല്ലോ, അർത്ഥപ്രാണനായി വഴിയിൽ കിടന്നതായ മനുഷ്യനെ വാഹനം മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. ആരെയാണെന്നറിയോ? അർത്ഥപ്രാണനായവനെ എന്ത് ചെയ്തു?
നല്ല ശമരിയക്കാരൻ വന്ന് എഴുന്നേൽപ്പിച്ച് ആ വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു. എന്നതുപോലെ പരിശുദ്ധാത്മാവ് അല്പമെങ്കിലും ജീവനുള്ളവരോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഉണർന്നുകൊള്ളുക. നീ എന്ത് ചെയ്യുക? നീ ഉണർന്നുകൊള്ളുക. നീ നിന്നെ തന്നെ എന്ത് ചെയ്യുക? മറ്റാർക്കും നിന്നെ ശക്തീകരിക്കുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നമ്മളോട് പറയുക. ഇതൊരു പ്രസംഗമായി കേട്ടു പോകാനല്ല, ഇത് എന്നോട് സംസാരിക്കുന്നു എന്ന് ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്താ പറയുന്നത്? അവസാനമായി പറഞ്ഞു നിർത്തുക സർദീസിലെ സഭയോട്, ഉണർന്നുകൊള്ളുക. നിന്റെ അനുഭവം, നീ മരിച്ചവനാകുന്നു. ചാവാറായ നിന്റെ ബാക്കിയുള്ള അനുഭവങ്ങളെ നീ എന്ത് ചെയ്യുക? ശക്തീകരിക്കുക. ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ, ദൈവസന്നിധിയിൽ മടങ്ങി വരാതെ, യഥാസ്ഥാനപ്പെടാതെ നമുക്ക് ജീവൻ പ്രാപിപ്പാൻ കഴിയത്തില്ല. ഞാൻ വിശ്വാസി എന്ന പേര് മാത്രം കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിത്യതയിലെത്തുവാൻ, നിത്യതയുടെ അവകാശിയാകുവാൻ കഴിയത്തില്ല. വായിക്കാം. സർദീസിലെ സഭയോട് പറയുകയാണ്, ഞാൻ എന്ത് കാണുന്നില്ല? നിന്റെ പ്രവൃത്തിയിൽ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണത കാണുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഒരിക്കലും ദൈവം അപൂർണമായതിനെ എന്ത് ചെയ്യുന്നില്ലെന്ന് അറിയാമോ? പ്രൊമോട്ട് ചെയ്യുന്നില്ല. മനസ്സിലാക്കുക. ദൈവം അപൂർണമായതിനെ എന്ത് ചെയ്യുന്നില്ലേ? ഇംപെർഫെക്റ്റ് ആയതിനെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ദൈവം എന്തിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ അറിയാമോ? പൂർണ്ണതയെ മാത്രമേ ദൈവം പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ദൈവദാസൻ ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു, നിങ്ങൾ ഊനമുള്ളതിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ദേശാധിപതിക്ക് കാഴ്ചവെച്ചാൽ അവൻ പ്രസാദിക്കുമോ? അങ്ങനെയെങ്കിൽ ഊനമുള്ളതിനെ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നാൽ, സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ ഊനമുള്ളതിനെ കൊണ്ടുവന്നാൽ, ഇംപെർഫെക്റ്റ് ആയതിനെ കൊണ്ടുവന്നാൽ, അപൂർണമായതിനെ കൊണ്ടുവന്നാൽ ദൈവം പ്രസാദിക്കുമോ എന്ന് നമ്മളോട് ചോദിക്കുക. ഇന്ന് പകൽക്കാലം ചില ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. നീ ജീവനുള്ളവനെന്ന് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകുന്നു. നിന്റെ ചാവാറായ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കുക. നിന്റെ പ്രവൃത്തിയെ ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. നീ ഉണർന്നുകൊള്ളുക. വായിക്കാം. വിശ്വാസികളാകുന്ന നമ്മോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആകയാൽ. ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഒരു ക്ലോസ് കൊടുക്കുകയാണ്, അതിനുള്ള ഒരു റെമഡി കൊടുക്കുകയാണ്. ആകയാൽ എന്താണ്? നീ പ്രാപിക്കുകയും നീ കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് ഈ നാൾ ഇന്നുവരെ, ഈ നിമിഷം, ഈ എന്നെ കേൾക്കുന്ന നിമിഷം വരെ നമ്മൾ കേട്ടതും പ്രാപിച്ചതും ഓർക്കുക, തിരിഞ്ഞൊന്ന് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം വഴിയിൽ കൂടെ ദൈവം നമ്മളെ അത്ഭുതകരമായി ഈ നിമിഷം വരെ കൊണ്ടുവന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ നമ്മൾ കടന്നപ്പോൾ അവിടെയും നമ്മളെ കർത്താവ് കരവലയത്തിൽ സൂക്ഷിച്ചു. ശത്രു നമ്മെ വീഴുവാൻ തള്ളിയപ്പോൾ വീണു പോകാതെ ദൈവം സൂക്ഷിച്ചു. നമ്മളെ നടത്തിയ വിധങ്ങളൊന്ന് ഓർക്കുക. ഈ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യവുമല്ല ഇടത്തോ വലത്തോ മുമ്പോ മുൻപോ ഉള്ളവരെ നോക്കുകയല്ല. ചെയ്യേണ്ട കാര്യം ഇതാണ്: ഇന്ന് വരെ നടത്തിയതായ ആ ദൈവത്തിൻ്റെ വൻ കൃപയെ ഓർത്ത് ദൈവത്തിന് അകമഴിഞ്ഞ് നന്ദി പറയുക. ഇതിനു വേണ്ടിയാണ് എന്നെ നിങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര പേര് അന്തരംഗത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയും? പ്രൈസ് ദി ലോർഡ്. നീ കേട്ടതും നീ പ്രാപിച്ചതും എന്ത് ചെയ്തുകൊള്ളുക? ഓർത്ത് നീ അതിനെ സൂക്ഷിക്കുക. ഇനി അധികം സമയം നിന്റെ മുമ്പിലില്ല, നീ അതിനെ സൂക്ഷിക്കുക. പിന്നെ പറയുന്നു, നീ മാനസാന്തരപ്പെടുക, നീ മടങ്ങി വരിക, നിനക്കൊരു മാറ്റമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ നമ്മോട് ഹൃദ്യമായി സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് മാനസാന്തരമാണ്. നമ്മുടെ ചിന്തകൾ മാറട്ടെ. നമ്മുടെ സന്തോഷത്തെക്കുറിച്ചുള്ള നമ്മുടെ ഡെഫിനിഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നതിലുള്ള സന്തോഷം ഏറ്റെടുക്കാം. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കർത്താവിൻ്റെ കാഹളധ്വനി ഏറ്റവും സമാഗതമായിരിക്കുന്നു. ലോത്തിൻ്റെ കാലം പോലെ
ഹല്ലേലൂയ. ഒരു കാലം, ദുഷ്ടത നിറഞ്ഞതായ കാലം, നോഹയുടെ കാലം പോലെ ഒരു കാലം, വഷളത്വം നിറഞ്ഞതായ ഒരു കാലം. ആ കാലത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവും ആ ഒരു സന്ദർഭത്തിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിച്ച് നോക്കുക, നമ്മുടെ സറൗണ്ടിങ് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലാണോ ഒരു ദൈവ പൈതലിന് ജീവിക്കുവാൻ കഴിയുന്നതായ ഒരു സാഹചര്യത്തിലാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്ന് നോക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കർത്താവിൻ്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിച്ചതായി ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാ പറയുന്നത്. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു പക്ഷെങ്കിൽ എടുക്കപ്പെട്ടേക്കാം. ആരും കൈവിടപ്പെടത്തില്ല, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ അല്ലെങ്കിൽ കർത്താവിനെ കൈക്കൊണ്ടവർ. പക്ഷേ പ്രതിഫലം വീതിക്കുന്നതായ ഒരു സന്ദർഭത്തിൽ നിത്യലജ്ജയ്ക്ക് അവകാശികളാകുന്നതായ ഒരു സന്ദർഭമുണ്ട്. ഇത് വളരെ പരിതാപകരമായ, പതറ്റിക്കായിട്ടുള്ളതായ ഒരു സിറ്റുവേഷനാണ്. ആ സന്ദർഭത്തിൽ എൻ്റെയും നിങ്ങളുടെയും കൈകൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മൾ കേൾക്കുന്നത് അതനുസരിക്കുകയും മാനസാന്തരപ്പെടുകയും മടങ്ങി വരികയും ചെയ്തുവെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷേ നീ മരിച്ചവനാകുന്നു. നമ്മളോടുള്ള ബന്ധത്തിൽ വിശ്വാസി എന്ന പേരുണ്ട്, പക്ഷേ ആത്മജീവൻ നമ്മളിലില്ല എന്ന് എനിക്ക് ബോധ്യമാകുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? മടങ്ങി വരണം, മാനസാന്തരപ്പെടണം, ദൈവത്തോട് അപേക്ഷിക്കണം. അപ്പോൾ മാത്രമേ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യത്തുള്ളൂന്നറിയാമോ? ശക്തി പ്രാപിക്കത്തുള്ളൂ. ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ദൈവം നമ്മിൽ നിന്ന് അകന്നാണ് എന്നുള്ളതായ ചിന്ത നമുക്കുണ്ടാകും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നില്ലയോ? കർത്താവെ, നീ എന്നെ കാണുന്നില്ലയോ? നീ എന്നെ അറിയുന്നില്ലയോ? എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നുവെങ്കിൽ ഈ ചോദ്യമെല്ലാം പര്യവസാനിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ വരുന്ന പ്രതികൂലങ്ങളെല്ലാം ജയിക്കുവാൻ എൻ്റെ മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. ആ ദൈവം എന്നെ നിത്യത വരെ കൊണ്ടെത്തിക്കും. എന്നെ പുറകോട്ട് വലിക്കുന്നതായ ഈ ശക്തികൾക്കൊന്നും എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. ഈ ശക്തികളെയൊക്കെ ഞാൻ ജയിച്ച് ഞാൻ ജയാളിയായി മുന്നേറും. അത് വ്യക്തിപരമായ തീരുമാനമാണ്. വ്യക്തിപരമായ സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ദാവീദ് തന്നെ ചോദിക്കുക ദൈവസന്നിധിയിൽ. ഞാൻ പറഞ്ഞു, പാപികളായ ആളുകൾ അല്ലെങ്കിൽ പിന്മാറ്റക്കാർക്ക് വരുന്ന ഒരു അനുഭവമല്ല. വിശ്വസ്തയോട് ദൈവസന്നിധിയിലായിരുന്നതായ ആളുകൾക്ക് പോലും ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടിട്ടുണ്ട്. ഏതാ? ദൈവം എന്നിൽ നിന്ന് അകന്നുപോയി. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചേ. സങ്കീർത്തനം 13:1, 22:1 ഈ വാക്യങ്ങളൊന്ന് വായിച്ചേ. ദാവീദ് ചോദിക്കുക, യഹോവേ, തൻ്റെ ജീവിതത്തിലെ വൈതരണികളുടെ മധ്യത്തിൽ, വിഷമങ്ങളുടെ മധ്യത്തിൽ, ക്ലേശങ്ങളുടെ മധ്യത്തിൽ, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നിരിക്കുന്നു. ഞാൻ നിന്നെ കാണാതെ വണ്ണം നിന്റെ മുഖം എത്രത്തോളം മറയ്ക്കും. ദൈവം ഒരിക്കലും നമ്മളെ കാണാതിരിക്കുന്നില്ല. ദൈവം ഒരിക്കലും നമ്മളോടുള്ള ബന്ധത്തിൽ മുഖം മറയ്ക്കുന്നില്ല. പക്ഷെ നമ്മളുടെ ഫീലിങ്സാണ്, നമ്മുടെ തോന്നലുകളാണ് ഇതൊക്കെ. കാരണം എന്താണെന്നറിയോ? നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് വന്നു? വിള്ളൽ സംഭവിച്ചു. അതുകൊണ്ട് നമുക്ക് തോന്നുക. പ്രൈസ് ദി ലോർഡ്. ആയതുപോലെ തന്നെ ഇയ്യോബിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇയ്യോബ് ദൈവത്തോട് അനവധി ചോദ്യം ചോദിക്കുക. പക്ഷെ ഒരു ചോദ്യത്തിനും വൈ എന്നുള്ളതായ ചോദ്യത്തിന് ഒരിക്കലും ഒരു പ്രോപ്പറായ മറുപടി ദൈവം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇയ്യോബ് ഒന്ന് മനസ്സിലാക്കി, സകലത്തെയും കൺട്രോൾ ചെയ്യുന്നവൻ ദൈവമാണ് എന്നുള്ളതായ ആ ബോധ്യം തനിക്കുണ്ടായി. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചില്ലെങ്കിലും തനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനിടയിൽ തീർന്നു. സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം അങ്ങ് മാത്രമാണ്. എൻ്റെ ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ലെങ്കിലും സകലത്തിൻ്റെയും ദാതാവ്, സകലത്തിൻ്റെയും നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി ദൈവമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ സകല പ്രശ്നവും വൈ എന്ന ചോദ്യം അവിടെ കൊണ്ട് അവസാനിക്കുവാനിടയിൽ തീരും. ഒരിക്കലും നമുക്ക് നമ്മളുടേതായ സന്തോഷത്തിൻ്റെയോ സംതൃപ്തിയുടെയോ അനുകൂലമോ പ്രതികൂലമായോ
പ്രതികൂലമോ ആയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെതായ ഇടപെടലിനെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്കുണ്ടാകുന്ന അനുകൂല സാഹചര്യത്തിൽ മാത്രം നമുക്കെല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണ്. എന്നാൽ എല്ലാ വറചട്ടിയുടെ അനുഭവം വരുമ്പോൾ, അല്ലെങ്കിൽ വേദനയുടെ അനുഭവം വരുമ്പോൾ, വിപത്തുകൾ വരുമ്പോൾ ദൈവം നമ്മളോട് അകന്നിരിക്കുകയാണ് എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത്. നോ, ഒരിക്കലുമല്ല. എന്താണ് വിപത്ത് വരുന്നത്? എന്തുകൊണ്ടാണ് പ്രതിസന്ധി വരുന്നത്? പ്രതിസന്ധി വരുന്നത് എന്നെയും നിങ്ങളെയും പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഒരിക്കലും ദൈവം നമ്മെ മറന്നതുകൊണ്ടല്ല. പകരം എന്താണെന്നറിയാമോ? ഒന്നുകൂടെ ദൈവസന്നിധിയിൽ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാണ്, രൂപാന്തരപ്പെടുത്താൻ വേണ്ടി. പ്രതിസന്ധിക്ക് 3 റിസൾട്ടാണുള്ളത്. ഒന്ന്, ദൈവത്തോട് എന്ത് ചെയ്യുമെന്നറിയാമോ? കൂടുതൽ അടുക്കുവാൻ പ്രതിസന്ധി നമ്മളെ സഹായിക്കും. രണ്ടാമത്, പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്മാറ്റത്തിലേക്ക്, ഏറ്റവും ഡൗൺ ആയി പോകാൻ, ഏറ്റവും അധപ്പതിച്ച അനുഭവത്തിലേക്ക് പോകാനിടയെത്തീരും. മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്രതിസന്ധി വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഈ 3 റിസൾട്ടാണ് പ്രതിസന്ധിയുടെ പിന്നിൽ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതിലേതാണ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്നതെന്ന് ഒരു ദൈവോപൈതൽ തിരിച്ചറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രതിസന്ധി എന്ത് ചെയ്യാൻ കഴിയുന്നതെന്ന് അറിയാമോ? ജയിക്കുവാൻ കഴിയുന്നത്, പ്രതിസന്ധിയെ നേരിടുവാൻ കഴിയുന്നത്. അവിടെയാണ് ആത്മബലം പ്രാപിപ്പാൻ കഴിയുന്നത്, അവിടെയാണ് ശക്തി പ്രാപിക്കുന്നത്, അവിടെയാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത്, പുഷ്ടിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമ്മുടെ പ്രതികൂലമോ ആയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ കാര്യക്ഷമതയെ അളക്കുവാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. യോസഫിൻ്റെ ജീവിതം നോക്കിയേ. ഏറിയ 13 വർഷക്കാലം തൻ്റെ സഹോദരന്മാർ തന്നെ പൊട്ടക്കിണറ്റിലിട്ടു, മിസ്രൈമെ കച്ചവടക്കാർക്ക് വിറ്റു. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പം ആകാത്തതും അരുതാത്തതും ഒക്കെ തനിക്ക് എതിരായിട്ടുള്ള അക്യൂസേഷൻ ഉണ്ടാകുവാനിടയിൽ തീർന്നു. ഇവിടെയൊക്കെ ഒരുപക്ഷെ എന്ത് ചെയ്തേക്കാം? നമ്മളെപ്പോലെ യോസഫും ചോദിച്ചേക്കാം വായി. പക്ഷെ അതിൻ്റെ പിന്നിൽ ഈ കഷ്ടതയിൽ കൂടെ, ഈ വേദനയിൽ കൂടെ, ഈ സങ്കടങ്ങളിൽ കൂടെ, ഈ വൈതരണിയിൽ കൂടെ കൊണ്ടുപോയി യോസഫിനെ പണിതെടുക്കുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പല കാര്യങ്ങളും നമ്മളെ പണിതെടുക്കാൻ വേണ്ടിയാണ്, നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, നമ്മളെ കീടം ഇല്ലാത്തവരാക്കുവാൻ, മാലിന്യമില്ലാത്തവരാക്കുവാൻ, കറയും കളങ്കമില്ലാത്ത അനുഭവത്തിൽ ആ തിരുസന്നിധിയിൽ നിർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രതികൂലങ്ങളും വൈതരണികളും നിന്ദകളും വരുമ്പോൾ ഒരിക്കലും അനവധി ആളുകളെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവിൻ്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിന്നതാണ്. എന്നാൽ ഇസബേൽ എന്ന് പറയുന്നതായ ആ സ്ത്രീയുടെ കേവല വാക്കുകളുടെ മുമ്പിൽ പറയുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്, മതി കർത്താവേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ, മതി യഹോവേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ. പലപ്പോഴും നമ്മളും ജീവിതത്തിൽ പറഞ്ഞേക്കാം, മതി കർത്താവേ, മരിച്ചാൽ മതി. യോനായും പറഞ്ഞു, മരിച്ചാൽ മതി. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. എന്നെയും നിങ്ങളെയും ചില അനുഭവങ്ങളിൽ കൂടെ കടത്തി ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി തീർക്കുക എന്നതാ ദൈവത്തിന്, നമ്മളെ ശക്തന്മാരാക്കുക എന്നതാ ദൈവത്തിൻ്റെ പദ്ധതി. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ കടത്തിവിടുന്നത്. ഏലിയാവ് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തതാ. പക്ഷേ ഇപ്പോൾ എന്തായിരിക്കുക? നീ എന്നെ കാണുന്നില്ലയോ കർത്താവേ, നീ എന്നെ മറന്നോ കർത്താവേ എന്ന് ചോദിക്കുക നമ്മളെപ്പോലെ. പക്ഷേ തട്ടി ഉണർത്തി പിന്നെയും ദൈവം ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി നടത്തുക. ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, ഈ പ്രതിസന്ധി കൊണ്ട് അവസാനിക്കുകയല്ല. ഒരു ശുശ്രൂഷ മുമ്പിലുണ്ട്, ഇനിയും ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. ചിലരെ കൂടെ അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ദൈവം വഴി നടത്തുക. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനാണ് മനസ്സിലാക്കുന്നത്, നമ്മൾ ഫ്യൂച്ചർ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ ഫ്യൂച്ചറിൽ എത്തിക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിനെ കുറിച്ച് നോക്കിക്കേ. യിരെമ്യാവ് 22-ാമത്തെ അധ്യായം 19 യിരെമ്യാവ് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. യിരെമ്യാവ് സോറി
യിരെമ്യാവ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, യിരെമ്യാവ് ചോദിക്കുക, നീ എന്നെ സമ്മതിപ്പിച്ചു. വേദ റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല, 22 അധ്യായം തോന്നുന്നു. നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിക്കുകയും ചെയ്തു. യിരെമ്യാവും പറയുകയാണ്, എന്താ പറയുന്നത് അറിയോ? മതി കർത്താവേ, ഞാൻ സഹിച്ചു മടുത്തു. പക്ഷേ 29 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രത്യാശിക്കുന്ന ശുഭഭാവി എന്തെന്ന് നിങ്ങൾ അറിയണം. ആ വാക്യം ഒന്ന് കണ്ടുവരുന്ന വായിച്ചേ പ്രീസ്ലോ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ ആകുന്നു. യിരെമ്യാവ് ദൈവസന്നിധിയിൽ സങ്കടപ്പെട്ടു. യഹൂദ രാജാക്കന്മാർ 5 പേര് മാറി മാറി വന്ന കാലഘട്ടങ്ങളിലാണ് ശുശ്രൂഷിച്ചത്. ജനം വചനം അനുസരിക്കാത്തതും അവിശ്വസ്തരും അനീതി പ്രവർത്തിക്കുന്നവരുമായി തീർന്നപ്പോൾ യിരെമ്യാവ് തന്നെ പറയുകയാണ്, മതി കർത്താവേ, ഞാൻ സഹിച്ചു മടുത്തു. പക്ഷേ ദൈവം അവിടെ കൊണ്ട് വിടുന്നില്ല. 18 അധ്യായത്തിൽ കുശവൻ്റെതായ ആ ആലയത്തിലേക്ക് അവിടേക്ക് കൊണ്ടുപോയിട്ട് ചിലത് കാണിക്കുന്നു. 29 അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രത്യാശിക്കുന്നത് ഒരു ശുഭഭാവിക്ക് വേണ്ടിയാണ്, അത് തിന്മയ്ക്കല്ല നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു മടങ്ങിയ വരവ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വേദനകളും കഷ്ടതകളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അതിൻ്റെ മധ്യത്തിലും ദൈവസനിൽ അടുത്ത് ചെല്ലുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനിടയിൽ തീരും. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ മാത്രമാണ് ദൈവവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം, കൂട്ടായ്മ നമുക്ക് നിലനിർത്തുവാൻ കഴിയുന്നത്. ആ ബന്ധത്തിൽ മാത്രമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ സന്തോഷിക്കുവാനിടയിൽ തീരുന്നത്. ആയതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വചനങ്ങളാൽ